ഇന്ന് രാവിലെ തന്നെ ചായക്കൊപ്പം ഒരു കോഴിമുട്ട പുഴുങ്ങി തിന്നാൻ വിചാരിച്ചു. എന്നുള്ള ശീലമാണ് ഇപ്പോൾ അത്. കോഴിമുട്ട എന്തുകൊണ്ടും നല്ലതാണ്. ഇത്രയും റേറ്റ് കുറച്ച് ഹൈ പ്രോട്ടീൻ കിട്ടുന്ന വേറൊരു സാധനമില്ല. പക്ഷെ ഇപ്പോഴും മുട്ടയ്ക്ക് റേറ്റ് കിട്ടും, ഒന്നിന് 6 രൂപയായി. അപ്പം നിങ്ങൾ വിചാരിക്കുക നിൻ്റെ വീട്ടിൽ പെണ്ണുങ്ങളൊന്നുമില്ല ഒന്നും ചെയ്യാമെന്ന്. പെണ്ണുങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ലല്ലോ. അന്നേരമാണ് തേങ്ങ ചിരവി വെച്ച് കണ്ടത്. എന്നാൽ പിന്നെ കുറച്ചെടുത്ത് തിന്നായിരിച്ചു. തേങ്ങ ചിരവി വെച്ച് കണ്ടാൽ തിന്നിക്ക് എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. എനിക്ക് വല്ലാതെ ഇഷ്ടമാണത്. ചിരവി വെച്ച തേങ്ങ കുറേ ഞാൻ എടുത്തു വന്നുകൊണ്ട് കറിക്കത് പോരാറിന് മിന്നും പിന്നെയും തേങ്ങ പൊതിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അടയ്ക്കാനകത്തുള്ള തേങ്ങയാണ്, പൊതിക്കാൻ ഭയങ്കര പ്രയാസവും. അങ്ങനെയാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്. എനിക്ക് തിന്നാനുള്ള കോഴിമുട്ട പുഴുങ്ങി വെച്ചാണ് അമ്മ കൊയിലാണ്ടിക്ക് പോയത്. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ കോഴിമുട്ട അവിടെ കിടക്കട്ടെ. അവിടെ ഉള്ള കോഴിമുട്ട വെച്ച് ചായ കുടിക്കാൻ പോവാണ്. പ്ലേറ്റ് എടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പ്ലേറ്റ് എടുത്ത് ഇന്ന് ചായക്ക് പുട്ടും സാമ്പാറുമാണ്. ഇനിയിപ്പോൾ അതും കോഴിമുട്ടയും കൂട്ടി ഒരു പിടുത്തം, അതാണ് അടുത്ത ലക്ഷ്യം. ഉച്ചയ്ക്കോ രാത്രിയോ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കണം. എന്നാലേ നമ്മൾ ആരോഗ്യം നിലനിൽക്കുള്ളൂ. അതും കറക്റ്റ് സമയത്ത് കഴിക്കണം. ഇന്ന് ചായക്ക് പുട്ടും സാമ്പാറാണ്. മര്യാദ ഭക്ഷണം കഴിച്ചാൽ അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും. ഇന്ന് ഭക്ഷണം കഴിക്കി ഇരിക്കാൻ പോവാണ്. പുട്ടും സാമ്പാറും ഒപ്പരം കോഴിമുട്ടയാണ്. നല്ല ഡെഡ്ലി കോമ്പിനേഷൻ. പുട്ടിന് ഏറ്റവും നല്ലത് കടലക്കറിയാണൊക്കെ ആൾക്കാർ പറയാറുണ്ട്. പക്ഷേ എനിക്കിഷ്ടം സാമ്പാറാണ്. സാമ്പാറും കൂട്ടി ഒരു പിടുത്തം പിടിക്കുക, കിട്ടണമായിരിക്കും. അങ്ങനെ ചായ കുടിച്ച് കഴിഞ്ഞ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിച്ച പാത്രം കേട്ടോ കഴിക്കുന്നത്. അവനവനും കഴിക്കുന്ന മാത്രം അവനവനും കഴിക്കുന്നത് ഏറ്റവും നല്ലത്. എല്ലപ്പം കഴുകാൻ പറ്റില്ലെങ്കിലും പറ്റുന്ന സമയത്ത് ഞാൻ കഴുകാറുണ്ട്. അങ്ങനെ ചായയും കുടിച്ച് കഴിഞ്ഞ് റൂമിലേക്ക് വന്നാണ്. കുറച്ച് ദിവസമായി തൊണ്ടവേനയും തുമ്മലൊക്കെയാണ്. തുമ്മി ഒരു സൈഡായി. കുറേ ഇംഗ്ലീഷ് മരുന്ന് കാണിച്ചു, ഒരു മാറ്റമില്ല. എന്നാൽ പിന്നെ ഹോമിയോ കാണിച്ചു. ഹോമിയോ ഗുളിക കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹോമിയോയിൽ കാണിച്ചാൽ അസുഖം മാറാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും പിന്നെ അസുഖം വരാറില്ല. പിന്നെ വലിയ സൈഡ് എഫക്റ്റും ഇല്ല. അതുകൊണ്ടാണ് അത് കാണിച്ചത്. ഇംഗ്ലീഷ് മരുന്ന് കുറേ കാണിച്ചു, അതാണ് കേട്ടോ. പിന്നെ അവിടെ നിന്ന് കിട്ടുന്നൊരു മധുരമുള്ള ഗുളിക ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. ഓക്കെ, ബായ്.